36 കണ്ടസ്റ്റൻസിൽ തുടങ്ങിയ നമ്മുടെ ഗെയിം ഷോ ഫസ്റ്റ് എപ്പിസോഡിൽ 2 ഗെയിംസിലായിട്ട് 18 കണ്ടസ്റ്റൻസ് ആണ് എലിമിനേറ്റ് ആയിപ്പോയത്. സെക്കൻഡ് എപ്പിസോഡിൽ 2 ഗെയിംസിലായിട്ട് 8 പേർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. കണ്ടസ്റ്റൻസിൻ്റെ എണ്ണം ഓരോ ഗെയിം കഴിയുമ്പോഴും കുറഞ്ഞ് ഇപ്പോൾ ടോപ്പ് 10 കണ്ടസ്റ്റൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാളിയാണോ ഗെയിം ഷോ സീസൺ 1ന്റെ വിജയാരെന്നറിയാൻ ഇനി വെറും കുറച്ച് ഗെയിമുകൾ മാത്രം. അടുത്ത ഒരു ഗെയിമോട് കൂടിയിട്ട് ഫൈനലിസ്റ്റുകളെ നമുക്ക് കിട്ടുന്നതാണ്. അതിൽ നിന്നും മലയാളിയാണോ ഗെയിം ഷോ സീസൺ 1ന്റെ ടൈറ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കെന്നാൽ ഗെയിം ഫ്ലോറിലേക്ക് പോവാം. അപ്പോൾ സീ യു ദേർ. അടുത്ത ഗെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിമിൽ വിൻ ചെയ്യുന്ന 2 വിന്നേഴ്സ് നമ്മൾ ഫൈനലിസ്റ്റുകളാണ്. അവർക്ക് ഡയറക്റ്റ് ഫൈനലിസ്റ്റ് ആവാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗെയിം അതിനനുസരിച്ച് ടഫായിരിക്കും. സോ നിങ്ങളെല്ലാം ഗെയിം എന്താണെന്നറിയാൻ റെഡിയല്ലേ? ഗെയിം 5. നിങ്ങൾ 10 പേർക്കും ഓരോ സ്റ്റോക്കിങ്സ് തന്നിരിക്കും. അതിൻ്റെ 2 കാലിലും 2 കോയിൻ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ 2 കൈയും 2 ലെഗിലേക്ക് ഇടുക. ഇതിട്ടിട്ട് ഈ 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാൻ പാടില്ല. 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യരുത്. ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ മൂവ് ചെയ്ത് അകത്തേക്ക് കയറി ഇതിൻ്റെ അകത്തുള്ള കോയിൻ അത് പുറത്തെടുക്കുക. ഈ പുറത്തെടുക്കുന്ന സമയത്തും നമ്മുടെ കൈ ടച്ച് ചെയ്യരുത്. ഇത് രണ്ടും നമുക്ക് വരാൻ പോകുന്ന ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അകത്തേക്ക് കൈ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ തിരിച്ച് വലിക്കാൻ നേരത്ത് നമുക്ക് ഈ കൈ വെച്ച് ഇങ്ങനെ കാണിക്കാൻ തോന്നും. അത് ഫൗളാണ്. അത് കണ്ട അപ്പം നമ്മൾ ഇത് ചെയ്യും. നല്ല സ്ട്രെച്ചബിളാണ്, വലിച്ചു പിടിച്ചോ, നോ പ്രോബ്ലം. എന്ത് കൈ മാത്രം, പിന്നെ നീ ഏതാ ഉപയോഗിക്കാൻ പോണേ? കാൽ, ഒള്ളി കൈ മാത്രം. ഇത് ഒറിജിനലി കാലിടാനുള്ളതാണെങ്കിലും പക്ഷെ ഇത് നമ്മൾ കൈ ഉപയോഗിക്കാമുള്ളൂ. ഈ ഗെയിമിന്റെ പർപ്പസിന് ഇത് കൈയാണ്. ഈ ടാസ്ക് വിൻ ചെയ്യുന്ന ഫസ്റ്റ് 2 കണ്ടസ്റ്റൻസ് ആണ് മലയാളിയാണോ ഗെയിം ഷോയുടെ 1000 പൗണ്ട്സ് വിൻ ചെയ്യാൻ പോകുന്ന ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആവുന്നത്. റെഡി സ്റ്റാർട്ട്. അവനെടുക്കും. കഷ്ടപ്പാടാണോ? പാടാണോ? ടഫാണോ? Come on guys, come on. ഇതൊന്നും ടഫല്ല. Come on. അവിടെ രണ്ടാമത്തെ കൈ ഉപയോഗിച്ചു. കഴിഞ്ഞിട്ടില്ല. അവിടെ രണ്ടാമത്തെ കൈ ഉപയോഗിച്ചു ഊരാൻ വേണ്ടിട്ട്. ലാസ്റ്റ് കൈ ഉപയോഗിച്ചു. കിട്ടിക്ക് പുറത്തെടുക്ക. ഒറ്റ കൈ ഉപയോഗിക്കാം. അവിടെ കോയിൻ, ഞാൻ വലിയ കോയിൻ നിങ്ങൾക്ക് കൈയുടെ കിട്ടാൻ എളുപ്പത്തിന് 2 പെൻസ് ഇട്ടത്. അത്രയും വലിയ കോയിനൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, ആ 2 ഫൈനലിസ്റ്റുകളൊന്നും വന്നേ. ആർക്ക് എന്നാ പറ്റിയടാ? എന്നാ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയി. ഇഷ്യൂണോ? കുഴപ്പമാണോ? ഓക്കെ ആണോ? ഇത് നേരെയാക്കണമെന്നാണോ? ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മളത് കുറഞ്ഞല്ലോ. ഭയങ്കര സന്തോഷം. നോട്ടിംഗ്ഹാമിൽ നിന്ന് തന്നെയാണ്. ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് തന്നെ ഔട്ടാവെന്ന് വിചാരിച്ച ആളാണ്. സന്തോഷം. അവിടെ ഫൈനലിസ്റ്റ് ഒരൊറ്റ ഗെയിമോടെ ഉള്ളൂ. ആ ഗെയിമോടെ കഴിഞ്ഞാൽ സോ കൺഗ്രാജുലേഷൻസ്. 8 പേരാണ് ലാസ്റ്റ് ഗെയിമിൽ
മാസ്സായിട്ട് എലിമിനേറ്റ് ആയി പോയിരിക്കുന്നത്. സോ നമ്മൾ വിചാരിച്ചു ഈ 8 പേർക്കും കൂടെ ഫൈനലിസ്റ്റ് ആവാൻ ഒരവസരം കൂടെ ഈ ഔട്ടായി പോകുന്ന 8 പേർക്കും കൊടുക്കാം എന്ന് നമ്മൾ വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഒരു അവസരം കിട്ടുന്ന ഒരു ഗെയിമാണ്. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് മ്യൂസിക്കൽ ചെയറാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പം മുതലേ കളിക്കുന്ന ഗെയിമാണ് മ്യൂസിക്കൽ ചെയർ. അതുകൊണ്ട് ആർക്കും ഇതൊരു ഹാർഡ് ഗെയിമായിട്ട് തോന്നത്തില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ 8 പേരുള്ളൂ. 8 പേരിൽ നിന്നും ആരാണ് 1000 പൗണ്ട് വിൻ ചെയ്യാനുള്ള വിന്നറിലെ ഫൈനലിസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് അറിയാൻ പോകുന്നത്. 1000 പൗണ്ട് വിൻ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു അവസരം കൂടിയാണിത്, മ്യൂസിക്കൽ ചെയർ. സോ മ്യൂസിക്കൽ ചെയറിൻ്റെ റൂൾസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറയാം, ആരും കസേരയെ പിടിച്ച് നടക്കരുത്, ഗ്യാപ്പിട്ട് നടക്കുക. ചെയറിൻ്റെ ടൈം മ്യൂസിക് സ്റ്റോപ്പ് ആവുന്ന ടൈമിൽ ഇരിക്കുക, പുറകോട്ടിരിക്കരുത്. റൂൾസൊക്കെ നിങ്ങൾക്കറിയാം. മ്യൂസിക് ഓൺ ആയിരിക്കുമ്പോൾ നിങ്ങളതിൻ്റെ ചുറ്റും ഓടണം. ആരും എവിടെയും എഴിഞ്ഞ് പോകാൻ പാടില്ല, എല്ലാവരും ഓടണം. ഓക്കെ, എടാ മ്യൂസിക് മാൻ സ്റ്റാർട്ട്. ദേവപ്രിയ ഈ കളി നേരത്തെ ഈ കളി കഴിഞ്ഞ ദിവസം ഷോയ്ക്ക് വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഈ കളി ഉണ്ടായിരുന്നില്ലേ? ഈ കളി നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ ടഫ് ഗെയിംസ് ആയിരുന്നു പ്രതീക്ഷിച്ചത്? ടഫല്ലേ ഇത്? ഇത് ഭയങ്കര എളുപ്പമായി പോയി. കൂടുതൽ എളുപ്പമായി പോയതാണ് പ്രശ്നമായത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇതിൽ നിന്ന് ഒരാളെ വിജയിക്കുള്ളൂ, ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ടോ? 1000 പൗണ്ട് കിട്ടാത്തതിന്റെ വിഷമം അങ്ങനെ എന്തെങ്കിലും? കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് വിൻ ചെയ്ത് പോകണം എന്ന് വിചാരിച്ചിട്ട് പോകണം. ഓക്കെ, ചെറുതായിട്ടൊരു ചെറിയ വിഷമമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പാട്ട് അങ്ങനെ ഒരാളിവിടെ പുറത്തായിരിക്കുകയാണ്. ആരോടാണ്? ആളെ സെറ്റ് ചെയ്തിട്ടാണ് വിന്നറായിട്ടേ പോകുന്നതാണ്. നഷ്ടം വല്ലതും ഫീൽ ചെയ്യുന്നു? നല്ല ബിരിയാണി ആയിരുന്നു. ഇവനിവിടെ ഗെയിം കളിക്കാൻ വന്നാണോ ഫുഡ് കഴിക്കാൻ വന്നാണോ? നല്ല ഗെയിം ആയിരുന്നു, അടിപൊളി ഓർഗനൈസിംഗ് ആണ്. അതായത് ആക്ച്വലി ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന വ്യക്തിയായിരുന്നു, പിന്നെ പാർട്ടിസിപ്പന്റ് ആയി ഇത്രയും നേരം എത്തിക്കാൻ. സോ എന്തൊക്കെ ഗെയിംസാണ് ഉള്ളതെന്ന് അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ഞങ്ങൾ ജയിക്കും. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്.
Okay, ready? Start the music. അവിടെ വിന്നേഴ്സിനുള്ള ചെയറാണ്. എന്തെങ്കിലും നഷ്ടം തോന്നുന്നുണ്ടോ? ഇത്രയും നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്തത് വളരെ സന്തോഷം. ഇതിന് മുമ്പത്തെ ഗെയിമിൽ എന്തോ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇല്ല അയ്യോ യാതൊരു ടെൻഷനും ഇല്ല. ഓക്കെ, Yes. താങ്ക് യു സോ മച്ച്. Thank you. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. സങ്കടമുണ്ടോ? സങ്കടമുണ്ട്. ഹാൻഡ് ഷേക്ക് ഉണ്ടോ? തോറ്റ് കഴിഞ്ഞ് ജയിച്ചെന്ന് വിചാരിച്ചാൽ പോലെ. ഓക്കെ, പരിപാടിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു. സൺഡേ അല്ലേ, വീക്കെൻഡ് ആണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒന്ന് ഗെയിം കളിക്കാമെന്ന് കരുതി വന്നതാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. വേറെ എന്തെങ്കിലും പറയണ്ടോ? വിഷം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടണം. നിങ്ങൾ ബെസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ദ ഗെയിം. പോയിട്ട് പോയതോ? ഇത് ജസ്റ്റ് പുറത്താവുന്ന ഉറപ്പ് വെച്ച് നമ്മൾ കളിക്കരുത്. നമ്മൾ കളിക്കുമ്പോൾ ജയിക്കണം. ഇത് ജസ്റ്റ് കോമ്പറ്റീഷൻ. നമുക്ക് ഇതിലൊന്നും വിചാരിക്കേണ്ടതല്ല. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. എന്തെങ്കിലും പറയാം? നേരത്തെ ഒരു ഗെയിമിൽ ഇവിടെ ഒരാൾ ജസ്റ്റിന് ഒരു ചെറിയ ഫൗള് വന്നുകൊണ്ട് ഔട്ടായ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. ഒരു ചെറിയ അറിയാതെ അതൊരു ആവേശത്തിൻ്റെ പുറത്ത് കൈ വലിച്ചപ്പോൾ ഈ കൈ കൊണ്ടൊന്ന് ഊരി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു ഫൗള് വന്നുകൊണ്ട് നേരത്തെ ഫൈനലിസ്റ്റിന് ഇതിൽ പോകാൻ പറ്റാത്ത ഒരാൾ ഇവിടെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങളത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. സോ 3 പേരായിരിക്കുകയാണ്. ഇതിന്നൊരു ഒറ്റ ആളെ വിന്നാവുള്ളൂ, ഫൈനലിസ്റ്റ് ആവുള്ളൂ.
So, starts now. Music. ഓടട്ടെ. സാരല്ല, ഗെയിം ആകുമ്പോൾ ഒരാളെ ജയിക്കാൻ പറ്റുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഈ ഒരു സാധനം പുൾ ഓഫ് ചെയ്ത് ഇങ്ങനെ ഒരു ഗെയിം നടത്തിയതിന് നിങ്ങൾക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താനായിട്ട് ഒട്ടും ഈസി അല്ല. ഞങ്ങൾ അതാണ് ഇൻസ്പയർഡ് ആണ്. നമ്മുടെ ഇതിലും വലിയ പരിപാടി വരുന്നുണ്ട്. മാത്രമേ ഉള്ളൂ, നമ്മൾ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള ഒരു ഇത് ലണ്ടനിലും UK വന്നിട്ടും അതൊരു ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത് നൈസാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നാലും 1000 പോയി. എന്നാലും 1000 പോയി. താങ്ക് യു സോ മച്ച്. Okay, ready, start the music. നമുക്കൊരു ഫൈനലിസ്റ്റിനെ കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ആർക്കും വിഷമിക്കേണ്ട കാര്യമല്ല, ദിസ് ഈസ് കോമ്പറ്റീഷൻ. ഇതേപോലെ ഞാനും എക്സൈറ്റഡ് ആണ്. കുറേ ഗെയിംസ് ഉണ്ടെന്നൊക്കെ കേട്ടു, കുറേ റൗണ്ട്സ് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്. സന്തോഷം തന്നെ, സ്പോർട്സ് സ്പിരിറ്റ്. നമ്മുടെ ഫൈനലിസ്റ്റിലേക്ക് മൂന്നാമതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വെൽ ഡൺ ബ്രോ, വെൽ ഡൺ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫൈനലിസ്റ്റ് 2 പേരിലേക്ക് മൂന്നാമതായിട്ട് ആഡ് ചെയ്യുന്ന തരികയാണ്. വിൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ 3 പേരുടെയും ഡ്യൂട്ടി. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്യുക. ഓക്കെ. മലയാളിയാണോ ഗെയിം ഷോയുടെ 1000 pounds വിൻ ചെയ്യാൻ പോകുന്ന വിന്നറെ കണ്ടുപിടിക്കാനായിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം കളിക്കാൻ പോകുന്നത് ഫൈനലിസ്റ്റ് 3 പേരാണ്. 36 കണ്ടസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ഈ ഗെയിം ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 33 കണ്ടസ്റ്റൻസ് ആണ് 6 ഗെയിംസിലായിട്ട് മലയാളിയാണോ ഗെയിം ഷോയിൽ എലിമിനേറ്റ് ആയി പോയിരിക്കുന്നത്. ഇനി വെറും 3 കണ്ടസ്റ്റൻസ് മാത്രമാണ് ഫൈനൽ ഗെയിം കളിക്കാൻ പോകുന്നത്.